മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. ഒരു സംഘർഷം ഞാനായിട്ട് ഉണ്ടാക്കേണ്ടെന്ന് ഉദ്ദേശിച്ചാണ് പോകാത്തത്. സംഘർഷം ഉണ്ടാക്കേണ്ടെന്ന് ഉദ്ദേശിച്ചാണ് പോകാത്തത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിലെ CPM സ്വാധീനവും എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് സ്ഥലത്തും CPM നേതാക്കന്മാർക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതൊന്നും ആരും ചെറുക്കാനും പോകുന്നില്ല, ആരും തടുക്കാനും പോകില്ല. ചെറുത്താലും തടുത്താലും അതിനെ അതിജീവിച്ച് പോകാനുള്ള ശേഷിയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഉണ്ട്. പിന്നെ പോലീസിനെ ഉപയോഗിച്ചൊന്നും ഞങ്ങൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പോകാത്തത്. അപ്പം അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ബാക്കി നമുക്ക് ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താം. കൂട്ടായി നമുക്ക് ചർച്ച ചെയ്യാം. കൂട്ടായി നമുക്ക് ചർച്ച ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ചർച്ച ചെയ്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വെല്ലുവിളി അത് ഗുണകരമായിട്ടുള്ള കാര്യമില്ല. മരണവീട്ടിൽ പോലും നേതാക്കന്മാരെ പോകാൻ സമ്മതിക്കാതെ പതിയിരുന്ന് 15, 20, 30 ആൾക്കാർ പതിയിരുന്ന് കാറിന്റെ മുമ്പ് എടുത്ത് ചാടി അതും കൂടെ പുതിയൊരു അപകടം ഉണ്ടായി ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിലൂടെ വീണ്ടും ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് UDFും BJPയും നടത്തുന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ ലൈവായിട്ട് അവർക്ക് നിർത്തണം. അല്ല ഇത്രയും ചെയ്ത നല്ല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അപ്പം അതൊന്നും വെച്ച് നമ്മളോട് നിലപാട് സ്വീകരിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മന്ത്രിമാരെ വഴിയിൽ തടയുന്ന രീതി തെരഞ്ഞെടുപ്പ് വരെ കാര്യങ്ങൾ കത്തിച്ചു നിർത്താനുള്ള തീവ്ര ശ്രമവും ഗൂഢാലോചനയുമാണെന്നുള്ള പക്ഷക്കാരനാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി.